നമസ്കാരം. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉണ്ടായിരിക്കുന്നത്. അതോടുകൂടി കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. മാർച്ച് 21-ാം തീയതി രാത്രിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാഥമിക കസ്റ്റഡി കാലാവധി മാർച്ച് 28-ാം തീയതി അവസാനിച്ചിരുന്നുവെങ്കിൽ പോലും ഇഡിയുടെ ആവശ്യപ്രകാരം ദില്ലിയിലെ റോസ് അവന്യൂ കോടതി ഇന്ന് വരെ കസ്റ്റഡി കാലാവധി നീട്ടുകയായിരുന്നു. അതേസമയം അറസ്റ്റിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തന്റെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായത്. ഇതിൽ ദില്ലി ഹൈക്കോടതി നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 2-ാം തീയതിക്കുള്ളിൽ മറുപടി നൽകണമെന്നും ഏപ്രിൽ 3-ന് വിചാരണ ആരംഭിക്കണമെന്നുമാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ 15-ാം തീയതി വരെ കസ്റ്റഡിയിൽ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീഹാർ ജയിലിലേക്കാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.